സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഇന്നിപ്പോൾ ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, വരുന്ന 2 ദിവസം അതിതീവ്ര മഴ, അതായത് റെഡ് അലേർട്ട് എന്നുള്ളതാണ്. പെരുമഴ കേരളത്തിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇത്? അനുജ, നിസ്സംശയം പറയാം, അതിതീവ്രമായ മഴ അടുത്ത ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞതനുസരിച്ച് തെക്കൻ തമിഴ്നാടിന് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിന്നിരുന്നു. സമാനമായി ന്യൂനമർദ്ദ പാത്തിയുടെയൊക്കെ സ്വാധീനം ആ മേഖലയിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അത് 22ഓടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വീണ്ടും ശക്തി പ്രാപിച്ച് അത് തീവ്ര ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്തിൽ അറബിക്കടലിലെ തെക്കു പടിഞ്ഞാറൻ കാറ്റ് അറബിക്കടലിലേക്ക് ശക്തമാകുന്നതാണ് സംസ്ഥാനത്ത് ഈ മഴ കനക്കാൻ, അതായത് കാലവർഷം എത്തുന്നതിന് മുമ്പേ മഴ കനക്കാൻ കാരണമായി പറയുന്നത്. മെയ് 19, അതായത് നാളെയാണ് കാലവർഷം ആൻഡമാനിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് മെയ് 31 കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കാലവർഷ സമാനമായ മഴ, അതുമാത്രമല്ല അതിതീവ്രമായ മഴ സംസ്ഥാനത്ത് പല ജില്ലകളിലും ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 3 ദിവസം കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. റെഡ് അലേർട്ട് എന്നാൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ട്, അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലയിൽ തന്നെയാണ്. ആവർത്തിച്ച് മലയോര ജില്ലകൾക്കും മലയോര മേഖലയിലേക്കും ജാഗ്രതാ നിർദ്ദേശം അതായത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്ക് മലയോര മേഖലകളിൽ സാധ്യതയുണ്ട്. അതിന് കർശനമായ ജാഗ്രത പാലിക്കണം. രാത്രിയാത്ര, അതായത് വിനോദസഞ്ചാര മേഖല കൂടിയാണ് ഈ മലയോര മേഖലകൾ. രാത്രിയാത്ര, ആ മേഖലയിലുള്ള രാത്രിയാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആ മേഖലയിൽ കൂടുതലാണ് എന്ന മുന്നറിയിപ്പ് അവർ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിലുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. അറബിക്കടലിൽ, അതായത് കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത്, കേരള തീരത്ത് നിന്ന് കടലിൽ പോകരുതെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. അത് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കാരണം അത് അപകടങ്ങളിലേക്ക് നയിക്കും. അത്തരത്തിൽ മുന്നറിയിപ്പ് ലംഘിച്ച് കടലിലേക്ക് പോയാൽ അത് അപകടങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റു ചില അതായത് നിലവിൽ ഈ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതാത് ജില്ലാ ഭരണകൂടങ്ങളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോടും സർക്കാർ സംവിധാനങ്ങളോടും പൊതുജനങ്ങളോടും ഒക്കെ ജാഗ്രത പാലിക്കാനും സർക്കാർ സംവിധാനങ്ങളെ മുൻകരുതൽ സ്വീകരിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ജില്ലകൾ ഇതിനോടകം ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ കോറിയിങ്, മൈനിങ്, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു. മെയ് 19, 20, 21 ദിവസങ്ങളിൽ ഇത്തരത്തിൽ അലേർട്ടുകളുള്ള ദിവസങ്ങളാണ്. ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അതിനാൽ മൈനിങ് പ്രവർത്തനങ്ങൾക്കടക്കം നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലാകട്ടെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് എത്തണം. ഏതായാലും വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്നിപ്പോൾ വിവിധയിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്.